സംഭാവന ചെയ്തു എന്ന വാക്കല്ല തമ്പുരാൻ ഉപയോഗിച്ചത്, നിക്ഷേപിച്ചിരിക്കുന്നു എന്ന വാക്കാണ്. അതിന് തനതായ ഒരു അർത്ഥമുണ്ട്. എവിടെ പൂർണ്ണമായ സമർപ്പണമുണ്ടോ അതിന് വിളിക്കുന്ന പേരാണ് നിക്ഷേപം. നിക്ഷേപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പലിശയോടുകൂടെ തിരികെ കിട്ടാനുള്ള സാധ്യതയാണ്. തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നിക്ഷേപം ചെയ്യുന്നവരായിട്ട് മാറുന്നു എന്നാണ്. ഇവിടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും ഈ വിധവ സമർപ്പിച്ചു എന്നാണ്. അതായത് നാളേക്ക് വേണ്ടിയുള്ളതായിരുന്നു, നാളെ ജീവിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ ഈ സ്ത്രീ ചെയ്യുന്നത് ഇത്രമാത്രം തൻ്റെ ജീവിതത്തിനു വേണ്ടിയുള്ള തൻ്റെ ജീവിതം തന്നെ. എന്തിന് നമുക്കിങ്ങനെ പറയാം, തൻ്റെ ജീവൻ കൊടുത്തു എന്നാണ്. എവിടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണമുണ്ടോ ആ സമർപ്പണത്തിനാണ് നിക്ഷേപം എന്ന് വിളിക്കുക. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നാം ഏത് യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഈ നിക്ഷേപം എന്നത് മറന്നു പോകാൻ പാടില്ല. അത് കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ മുമ്പിൽ നീ നിക്ഷേപമാകണം, മക്കളുടെ മുമ്പിൽ നീ നിക്ഷേപമാകണം, മാതാപിതാക്കളുടെ മുമ്പിൽ നിക്ഷേപമാകണം. എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പൂർണ്ണ സമർപ്പണമുണ്ടോ അവിടെ നിക്ഷേപമുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുമ്പോൾ ഒരു ലാഭവും അന്വേഷിക്കാതെ, ഒരു ലോഭവും കൂടാതെ കൃത്യനിഷ്ഠമായി എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ അത് നിക്ഷേപമാണ്. ഞാൻ സ്വീകരിക്കുന്ന വേതനത്തിന് ആനുപാതികമായിട്ട് ജോലി ചെയ്യാതിരുന്നാൽ അത് കവർച്ചയാണ്. ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തിൻ്റെ സാധ്യതയുണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ സമർപ്പണം ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവണം. ആത്മബോധത്തോടുകൂടെ ജീവിക്കുന്നവർക്കൊരിക്കലും ജീവിതത്തിൽ വികലമായ സങ്കല്പങ്ങൾ സ്വീകരിച്ചു പോകാൻ കഴിയുകയില്ല. ഞാൻ സ്വീകരിക്കുന്ന വേതനത്തിന് ആനുപാതികമായി അതിനേക്കാൾ ഉപരിയായി ജോലി ചെയ്യുമ്പോഴാണ് അത് നീതിക്കുപരിയായിട്ട് മാറുകയും അത് സ്നേഹത്തിൻ്റെ തലങ്ങളെ ഉണർത്തുകയും ചെയ്യുക. നീതിക്കുപരിയായിട്ട് ചെയ്യുന്നവനാണ് ക്രൈസ്തവൻ, നീതി ചെയ്യുന്നവൻ മാത്രമല്ല. അതിനാൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു സത്യം, ഈ വിധവ തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവൾ നീതിക്കുപരി ചെയ്തു എന്നുള്ളതാണ്. അവൾക്ക് കിട്ടിയ 2 ചെമ്പ് നാണയങ്ങളിൽ 1 ചെമ്പ് നാണയം സമർപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ 2 ചെമ്പ് നാണയങ്ങളും അവൾ സമർപ്പിച്ചു. നാളേക്ക് വേണ്ടി ഒന്നും മാറ്റിവെച്ചില്ല. അത് തമ്പുരാൻ പറഞ്ഞു, അത് നിക്ഷേപമാണ്. പലിശയോടുകൂടെ ഞാൻ അവൾക്ക് തിരികെ കൊടുക്കുമെന്ന യാഥാർത്ഥ്യമാണ് അവൾ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന വാക്കിൽ ലീനമായി കിടക്കുന്നത്. അതിനാൽ നമ്മൾ പഠിച്ചെടുക്കണം, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എവിടെ പൂർണ്ണ സമർപ്പണമുണ്ടോ അത് നിക്ഷേപം. ഇവിടെ ധനവാന്മാർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. സംഭാവന എന്ന് പറഞ്ഞാൽ അത് തിരികെ കിട്ടാനുള്ള സാധ്യതയൊന്നുമല്ല. ഒരു സമ്മാനം നമ്മളൊരു വ്യക്തിക്ക് കൊടുത്താൽ അത് അതോടുകൂടി ആ വ്യക്തിയിലേക്ക് ചെന്നു, അത് തിരികെ കിട്ടത്തില്ല. പക്ഷെ നിക്ഷേപം പലിശയോടുകൂടെ തിരികെ കിട്ടാനുള്ള സാധ്യത. അത് സൗഹൃദമായിക്കൊള്ളട്ടെ, അതെന്തുമായിക്കൊള്ളട്ടെ, ഏത് തലങ്ങളിലായിക്കൊള്ളട്ടെ. വീണ്ടും നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാനായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി അവൻ ശിഷ്യഗണങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ട്. ശിഷ്യഗണങ്ങളെ ചേർത്ത് നിർത്തി ആദ്യം അവൻ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന ദേശങ്ങളിലേക്ക് 2 പേരായി അവരെ അയച്ചു എന്നുള്ളത് സുവിശേഷം സാക്ഷിക്കുന്ന സത്യമാണ്. ആ 72 പേരെ തൻ്റെ കൂട്ടത്തിൽ അവൻ നിർത്തിയില്ല. അവരെ
ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് അയച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. വീണ്ടും അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പസ്തോലന്മാരെന്ന് പേര് കൊടുത്തു. വചനം പ്രസംഗിക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, കൂടെയായിരിക്കാൻ, രോഗികളെ സൗഖ്യപ്പെടുത്താൻ. 12 പേര് എപ്പോഴും അവൻ്റെ കൂടെയായിരുന്നു. യേശു അവരോടൊപ്പമായിരുന്നു. വീണ്ടും ഈ 12 പേരിൽ നിന്ന് അവൻ 3 പേരെ തിരഞ്ഞെടുത്തു. പ്രാർത്ഥനാവേളയിൽ കൂട്ടിരിക്കാൻ, രൂപാന്തരവേളയിൽ സാക്ഷ്യം വഹിക്കാൻ 3 പേര്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവരോടൊപ്പം അവൻ പ്രാർത്ഥിച്ചു. രൂപാന്തരവേളയിൽ അവർക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യത കൊടുത്തു. വീണ്ടും ഈ 3 പേരിൽ നിന്ന് അവൻ പ്രത്യേകമായി ഒരാളെ തിരഞ്ഞെടുത്തു, യോഹന്നാൻ. അവനെ തിരഞ്ഞെടുത്തിട്ട് തമ്പുരാൻ എന്തു ചെയ്തെന്നറിയാവോ? അവനെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അവനെ നമുക്ക് വിളിക്കാം യേശുവിൻ്റെ ആത്മാർത്ഥമായ സുഹൃത്ത്. ഇവനിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? തൻ്റെ പീഡാസകന വേളയിൽ മറ്റുള്ളവരെല്ലാം അവനെ ഉപേക്ഷിച്ചു പോയപ്പോൾ, തങ്ങളുടെ വസ്ത്രങ്ങൾ അവനുമായിട്ട് രമ്യതപ്പെട്ടു നിൽക്കുന്നു എന്ന ബോധ്യം കിട്ടിയപ്പോൾ എന്താ ചെയ്തതെന്നറിയാവോ? മറ്റു ശിഷ്യന്മാരെല്ലാം തങ്ങളുടെ രക്ഷാർത്ഥം ഓടിയൊളിക്കുമ്പോൾ ഈ ശിഷ്യൻ മാത്രം ഇങ്ങനെ കുരിശിൻ്റെ കീഴെ നിന്നു എന്നുള്ളതാണ്. അതായത് ആ സൗഹൃദം എന്ന് പറയുന്നത് മരണത്തോളം എത്തിപ്പെടുന്നതായിട്ട് മാറും. ക്രൈസ്തവൻ്റെ ചൈതന്യം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഈ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞോണം, നിനക്ക് ചിരിക്കുന്നവരോടുകൂടെ ചിരിക്കാൻ പറ്റുമോ? നിനക്ക് കരയുന്നവരോടൊപ്പം കരയാൻ പറ്റുമോ? നീ ചിരിക്കുന്നവരോടൊപ്പം ചിരിക്കുന്നവനും കരയുന്നവരോടൊപ്പം കരയുന്നവനുമാകുന്നുണ്ടെങ്കിൽ നീ സുവിശേഷത്തിൽ തന്നെയാ. അത് തനതായൊരർത്ഥമുണ്ട് അതിനകത്ത്. കരയുന്നവരോടു കൂടെ കരയാനും ചിരിക്കുന്നവരോടുകൂടെ ചിരിക്കാനുമുള്ള ക്ഷണമാണ് ക്രൈസ്തവ ജീവിതമെങ്കിൽ അതിന് ആത്മാർത്ഥതയോടുകൂടെ ചേർന്ന് നിന്നൊരു വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാൻ. അവൻ്റെ പീഡാസകന വേളയിൽ അവനോട് ചേർന്ന് നിന്നു. അതൊരു നിക്ഷേപമാണ്. ആ നിക്ഷേപത്തെ എങ്ങനെയാണ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതെന്ന് നമുക്ക് കുരിശിൻ്റെ കീഴിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റും. എനിക്ക് നിനക്ക് വേണ്ടി ഒരു സമ്മാനം തരാനുണ്ട് എന്ന് പറയുകയാണ്. എന്താണ് സമ്മാനം? കുരിശിൽ കിടന്നുകൊണ്ട് പുത്രൻ തമ്പുരാൻ തൻ്റെ അമ്മയെ യോഹന്നാന് സമ്മാനമായി കൊടുത്തു. സുഹൃത്തിൻ്റെ അവസാനത്തെ സമ്മാനം. യഥാർത്ഥമായ സൗഹൃദത്തിൻ്റെ ഇടയിൽ അമർന്നു ചേരുന്ന സത്യം എന്താണെന്നറിയാവോ മക്കളെ? അത് നിക്ഷേപമാണ്. എവിടെ നിക്ഷേപിക്കുന്നോ അവിടെ പലിശയോടുകൂടെ തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ടാകുമെന്നോ അത് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കത്തരുന്ന സത്യമാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുനാഥൻ നമ്മളുമായിട്ട് രമ്യതപ്പെട്ട് നിൽക്കേണ്ടത് ഇപ്രകാരമാണ്: പൂർണ്ണമായ സമർപ്പണം. പിതാവിൻ്റെ ഹിതാനുസരണം ജീവിതത്തിലുടനീളം അദ്ദേഹം വർധനം ചെയ്തുവെങ്കിൽ, തിരസ്കരണത്തിൻ്റെയും വേദനകളുടെയും ഒറ്റപ്പെടലിൻ്റെയും ക്രൂശുമരണത്തിൻ്റെയും മധ്യത്തിൽ അവൻ തളരാതെ നിന്നുവെങ്കിൽ, അത് ആത്മസമർപ്പണമെന്ന ആത്മബോധം അവൻ്റെ ഉള്ളിനെ ഉജ്ജ്വലിപ്പിച്ചതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മസമർപ്പണം എന്ന ഉൾബോധം നമ്മളെ ഉജ്ജ്വലിപ്പിക്കണം. അതേതു വേളയിലായിക്കൊള്ളട്ടെ, ചെറിയ ഉത്തരവാദിത്വ നിർവഹണത്തിലായിക്കൊള്ളട്ടെ, ഈ സമർപ്പണഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകരുത്. സമർപ്പണത്തോടുകൂടെ ജീവിക്കുക. എവിടെ ചെന്നാലും, ഏത് ജോലി ചെയ്താലും, ഏത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും സമർപ്പണബോധം നഷ്ടപ്പെടരുത് എന്നാണ് കർത്താവ് പഠിപ്പിക്കുക. പൂർണ്ണതയിൽ ചെയ്യുക. എവിടെ പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിക്കുന്നു, അവിടെ നിക്ഷേപത്തിൻ്റെ സാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം അത് ചെയ്യാൻ. അതൊരു നല്ല വാക്കായിക്കൊള്ളട്ടെ, ഒരു പുഞ്ചിരി ആയിക്കൊള്ളട്ടെ, ഒരു ചെറിയ ശുശ്രൂഷയായിക്കൊള്ളട്ടെ, ആത്മസമർപ്പണത്തോടുകൂടെ ചെയ്യാനുള്ള ആത്മീയ ബലം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം.
സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും വിശുദ്ധിയുടെയും മക്കളായി തീരണമെന്ന് സുവിശേഷത്തിൻ്റെ ഈടുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന സത്യമാണെങ്കിൽ ഏത് യാഥാർത്ഥ്യവും നമ്മൾ പഠിക്കേണ്ട അങ്ങനെയാണ്. അതിനാൽ ഞാനൊരു അധ്യാപകൻ എന്ന നിലയിൽ ആത്മസമർപ്പണത്തോടുകൂടി അത് ചെയ്യാൻ കഴിയണം. എൻ്റെ വിദ്യാർത്ഥികളുടെ മിഴികളിലേക്ക് നോക്കി എനിക്ക് പഠിപ്പിക്കാൻ പറ്റണം. ഏതാനും വിദ്യാർത്ഥികളെ മാത്രം നോക്കിയിട്ട് അവർ മിടുക്കരാണ്, മിടുക്കികളാണ് എന്ന് പറയുന്നതല്ല എൻ്റെ ഉത്തരവാദിത്തം. മറിച്ച് താഴെ കിടക്കുന്നവനെ, തോറ്റുപോയവനെയൊക്കെ ഉയർത്തിപ്പിടിക്കാനുള്ള സാധ്യതയില്ലാത്തവനാണെങ്കിൽ എൻ്റെ അധ്യാപന ധർമ്മം ആത്മീയതയുമായിട്ട് രമ്യതപ്പെടുകയില്ല. 99 മരുഭൂമിയിൽ വിട്ടിട്ട് 1 തേടിപ്പോയ ഗുരുവിനെ അനുധാവനം ചെയ്യുന്നവനാണ് ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ ക്ലാസ് മുറിയിലെ അവസാനത്തെ ബെഞ്ചിലിരിക്കുന്ന കുസൃതിത്തരങ്ങൾ കാട്ടുന്ന അവൻ്റെ മിഴികളിലേക്ക് നോക്കിയിട്ട് അവനെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ അധ്യാപന ധർമ്മം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിഷ്ഫലമായിരുന്നു എന്ന് തിരിച്ചറിയണം. എനിക്ക് എളുപ്പമാണ് ഡോക്ടറിനെയും എഞ്ചിനീയറിനെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അവനെ ഞാൻ പഠിപ്പിച്ചതാണെന്ന് പറയാൻ. പക്ഷേ തെണ്ടി നടക്കുന്നവനെ നോക്കിയിട്ട് ഞാൻ പറയാറില്ലല്ലോ അവനെ ഞാൻ പഠിപ്പിച്ചതാണെന്ന്. ഒരു കാലഘട്ടത്തിൽ അവനെ നിൻ്റെ മുമ്പിൽ പ്രകൃതിയാൽ തന്നെ വലിയൊരു യാഥാർത്ഥ്യമായിട്ട് നിൻ്റെ മുമ്പിൽ ഇട്ട് തന്നിട്ട് അവനെ കരുതേണ്ടതിന് പകരം നീ അവനെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആത്മസമർപ്പണം ചെയ്ത് നീ പ്രബോധനങ്ങൾ കൊടുത്തുവെന്നും അല്ലെങ്കിൽ നീ നിൻ്റെ അധ്യാപന ധർമ്മം നടത്തിയെന്നും അധ്യാപകൻ എന്ന നിലയിൽ പറയാൻ പറ്റുമോ? ഏത് ശുശ്രൂഷാ മേഖലയായിക്കൊള്ളട്ടെ, നിൻ്റെ ഓഫീസ് മുറിയിൽ നിനക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്വത്തെ കൃത്യനിഷ്ഠമായിട്ട് നിർവഹിക്കാതെ എല്ലാ മാസാവസാനവും സ്വീകരിക്കുന്ന വേതനം നിൻ്റെ ആനന്ദമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ശാശ്വതമായിട്ടുള്ള സമാധാനമല്ല. സമർപ്പണം ചെയ്യാത്ത ഒരാളും പലിശ സ്വീകരിക്കാനുള്ള സാധ്യതയുള്ളവരല്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ വിധവയെ ചൂണ്ടിക്കാണിക്കുക. വിധവയുടെ ഒരു ചെമ്പ് നാണയം അല്ലെങ്കിൽ 2 ചെമ്പ് നാണയം ചൂണ്ടിക്കാണിച്ചിട്ട് അത് നിക്ഷേപം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ചുരുങ്ങിപ്പോകാനുള്ളതല്ല ഈ ധ്യാനം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതവുമായിട്ട്, പ്രായോഗിക ജീവിതവുമായിട്ട് രമിതപ്പെടുത്തി ധ്യാനിക്കണം. ഞാൻ ഈ വിധവയെ പോലെയാണോ? എൻ്റെ ജീവിതത്തിൽ ഈ ആത്മസമർപ്പണമുണ്ടോ? ഞാൻ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യനിഷ്ഠതയോടുകൂടെ നിർവഹിക്കാൻ, ഒരു ലാഭവും അന്വേഷിക്കാതെ, ലോഭവും കൂടാതെ അത് വിശ്വസ്തയോടുകൂടെ നിർവഹിക്കാനുള്ള ത്രാണിയുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഈ വിധവയെപ്പോലെ ഞാൻ ജീവൻ സമർപ്പിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് അഭിമാനത്തോടെ ഉൾനാമ്പുകളിൽ മന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അതാ വേണ്ടത്. ഏത് ഉത്തരവാദിത്തമായിക്കൊള്ളട്ടെ പൂർണ്ണതയിൽ ചെയ്യാൻ, നിർവഹിക്കപ്പെടാൻ നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ആത്മബോധത്തോടെയാണോ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത്? ഒരു പിതാവെന്ന നിലയിൽ ആ പിതാവിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിക്കണം. എൻ്റെ അമ്മയോടും എൻ്റെ അപ്പനോടുമുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് ആതുരാലയങ്ങളിലോ അല്ലെങ്കിൽ വൃത്തമന്ദിരത്തിലോ കൊണ്ട് ഇട്ടിട്ടുള്ള ഉത്തരവാദിത്തമല്ല. അവർ മരിക്കുന്നത് വരെ അവർക്ക് വേണ്ടി ജീവിതം കൊടുക്കേണ്ട ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിക്ഷേപമായിട്ട് മാറും. ഞാൻ എൻ്റെ മാതാപിതാക്കളെ കരുതുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ എൻ്റെ മാതാപിതാക്കളെ കരുതുന്ന വ്യക്തിയാണെങ്കിൽ അത് നിക്ഷേപമായിട്ട് മാറും. അല്ലെങ്കിൽ വൃത്തമന്ദിരത്തിലൊക്കെ കൊണ്ടിട്ടിട്ട് ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അത് നിക്ഷേപമല്ല, അത് ആവർത്തിക്കപ്പെടും. എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നോ അത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപമാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ നാം കൊടുക്കുന്ന സ്നേഹം നിക്ഷേപമാകണം. അത് തിരികെ കിട്ടും മക്കളെ. നമ്മൾ എവിടെയൊക്കെ നന്മ നിറഞ്ഞ ശുശ്രൂഷകൾ ചെയ്യുന്നു അതെല്ലാം നമ്മുടെ ജീവിത സായാഹ്നങ്ങളിലെങ്കിലും തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഓർത്തോണം, നമ്മുടെ ഈ പ്രസരിപ്പെന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമല്ല. ജരാനരകൾ വാദിച്ച് അസ്ഥിയുടെ ബലം കുറഞ്ഞ് സിരകളിൽ രക്തോട്ടത്തിൻ്റെ താളം നിലച്ച് മൂലയിലെ മുറിയിലേക്ക് എറിയപ്പെടാനുള്ള സാധ്യത അകലങ്ങളിലല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മളെ ആർക്കും വേണ്ടാത്ത കാലഘട്ടം ഉണ്ടാവും. ആരും നമ്മളെ പരിഗണിക്കാത്ത കാലഘട്ടം ഉണ്ടാകും. ആ കാലഘട്ടത്തിന് വേണ്ടി നീ നിക്ഷേപമാകണം.
നിൻ്റെ ഉത്തരവാദിത്തങ്ങളെ നീ കൃത്യനിഷ്ഠതയോടെ നിർവഹിക്കണം. ഞാനൊരു വൈദികൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം, ഞാനൊരു സന്യാസി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം, അത് കൃത്യമായിട്ട് നിർവഹിക്കണം. മറ്റുള്ളവരെ മുറിപ്പെടുത്താനും ചവിട്ടിത്താഴ്ത്താനുമാണ് എൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ എൻ്റെ അധികാരമെന്ന് എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നോ, ഓർത്തോണം, എനിക്ക് വേണ്ടി മൂലയിലെ മുറി കാത്തിരിക്കുന്നുണ്ടെന്നോ. ആ മൂലയിലെ മുറിയിൽ ആർക്കും വേണ്ടാത്തവനായി ജരാനരകൾ ബാധിച്ചസ്ഥിയുടെ ബലം കുറഞ്ഞ് രക്തോട്ട താളം നിലച്ച് ഞാൻ മൂലയിലെ മുറിയിൽ കിടക്കുമ്പോൾ നിക്ഷേപമായിട്ട് എന്ത് ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ അതുമാത്രമേ എനിക്ക് തിരികെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിനക്ക് അളന്ന് കിട്ടും. ഈ സുവിശേഷം എന്ന് പറയുന്നത് ജീവിതം മുഴുവനും അളന്നു നോക്കേണ്ട ഒരു അളവുകോലാണ്. ജീവിതം മുഴുവനും അളന്നു നോക്കേണ്ട ഒരു അളവുകോലാണ്. യേശുവിനെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞാലും അത് ജീവിതത്തെ അളക്കേണ്ട ഒരു അളവുകോലാണ്. എങ്ങനെ ജീവിക്കണമെന്നോ മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി പ്രായോഗികമായിട്ട് മണ്ണിലേക്ക് വന്നവനാണ് ക്രിസ്തു. ദൈവം പ്രായോഗികമായതിന് വിളിക്കേണ്ട പേരാണ് ക്രിസ്തു എന്ന തിരിച്ചറിവുണ്ടാവണം. അതിനാൽ അവൻ തന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങളെ കൃത്യനിഷ്ഠമായിട്ട് നിർവഹിച്ച് ഹ്രസ്വമായ ഒരു കാലയളവിൽ അവൻ ചെയ്തു തീർച്ച പ്രക്രിയകളെയാണ് നമ്മൾ സുവിശേഷം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ജീവിത രീതിയെ വിളിച്ച പേര് സുവിശേഷം. ആ ജീവിത രീതിയെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രയാണം നടത്തുന്നവനെ വിളിക്കുന്ന പേര് ക്രൈസ്തവൻ. ഈ ക്രൈസ്തവനായ ഞാൻ എപ്രകാരമാണ് ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നത്? എൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലാണ്. ഏതു നേരവും കരവുയർത്തി ഹല്ലേലൂയ വിളിക്കുക എന്നത് എളുപ്പമാണ് മക്കളെ. അത് എളുപ്പം. അത് നിനക്ക് ഭാഷാ ചാതുര്യമുണ്ടെങ്കിൽ, നിനക്ക് കായിക ശേഷിയുണ്ടെങ്കിൽ ഹല്ലേലൂയ വിളിക്കാം. പക്ഷെ ജീവിതത്തിൻ്റെ ചാരുത പ്രകടമാക്കപ്പെടേണ്ടത് എവിടെയാണെന്നറിയാവോ? പ്രായോഗിക ജീവിതത്തിൽ. അത് സത്യസന്ധതയിൽ, വിശ്വസ്തതയിൽ, വിശുദ്ധിയിൽ. ഇത് പ്രഹസനമാക്കാം എനിക്ക്, അഭിനയമാക്കാം എനിക്ക്. ആത്മീയത ഒരിക്കലും അഭിനയമാകരുത്. മറിച്ചത് പ്രായോഗിക ജീവിതത്തിൽ എന്നോടൊപ്പം ജീവിക്കുന്നവർ പറയണം എനിക്ക് ആത്മീയതയുണ്ടോ എന്ന്. പ്രായോഗിക ജീവിതത്തിൽ കലർത്തപ്പെടാത്ത ആത്മീയതയെ പരിപോഷിപ്പിച്ചു കൊണ്ട് പോകരുത്. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മാറുന്നുണ്ട്. അതിനാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, എവിടെയൊക്കെ ഉൾനിറവുണ്ടോ, ഉൾനിറവ് ഇല്ലാത്തതൊക്കെ പൊള്ളയാണെന്നുള്ളൊരു തിരിച്ചറിവ്. അവർ സ്പിരിച്വാലിറ്റി ഷുഡ് ബി an overflowing of solid life എന്നാണ് പറയുക. അതായത് ഇറ്റ് ഷുഡ് ബി an overflowing of solid life. ഉൾനിറവിൻ്റെ കവിയലാണ്. ഉൾനിറവില്ലാത്തതൊക്കെ പൊള്ളയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഉൾനിറവില്ലാത്തതൊക്കെ ശാശ്വതമായിട്ട് നിലനിൽക്കുകയില്ല. അതിനാൽ എവിടെയൊക്കെ നമ്മൾ നിയുക്തരാക്കപ്പെടുന്നോ അവിടെയൊക്കെ ആത്മസമർപ്പണത്തിൻ്റെ ചേതന നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചു തരുകയാണ്. ആത്മീയത എന്ന് പറയുന്നത് ഉൾനിറവിൻ്റെ കവിയിൽ തന്നെയാണ്. മരച്ചുവട്ടിൽ ചെന്നിട്ട് തമ്പുരാൻ നോക്കുന്ന ഫലം അത് നമ്മളിൽ ഉണ്ടാവേണ്ട യാഥാർത്ഥ്യമാണ്, പ്രഹസനങ്ങളിലല്ല. ഈ ഒരു സന്യാസ വസ്ത്രം എന്ന് പറയുന്നത് ഏത് നാടകക്കാരനും ഏത് സിനിമാക്കാരനും ഇടാൻ പറ്റുന്നതാണ്. ഇത് ഇട്ടു എന്നോർത്തുകൊണ്ട് ഞാൻ സന്യാസിയാവത്തില്ല. This does not make me religious. ഇത് ഒരിക്കലും എന്നൊരു സന്യാസിയാക്കുന്നില്ല. മറിച്ച് എൻ്റെ ഉള്ളാണ് ഉൾനിറവിൻ്റെ കവിയലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ കാണേണ്ട യാഥാർത്ഥ്യം. ഈ വിധവയുടെ കൊച്ചു കാശുമായിട്ട് രമ്യതപ്പെടുത്തി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചെടുക്കണം. നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഈ സമർപ്പണമുണ്ടോ? എൻ്റെ സ്നേഹപ്രകടനത്തിൽ ഈ സമർപ്പണമുണ്ടോ? എൻ്റെ ജോലിയിടത്തിൽ ഈ സമർപ്പണമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളുമായി ഞാൻ സ്ഥാപിക്കുന്ന സൗഹൃദത്തിൽ ഈ സമർപ്പണമുണ്ടോ? സ്വാർത്ഥതയ്ക്ക് വേണ്ടി പടവെട്ടുന്ന ഒരു വ്യക്തിത്വമായി ഞാൻ മാറുമ്പോൾ, എൻ്റെ സുഖാന്വേഷണം മാത്രമായി ജീവിതം തീരുമ്പോൾ, അവിടെയൊക്കെ അസ്തമിച്ചു പോകുന്ന യാഥാർത്ഥ്യത്തിന് വിളിക്കുന്ന പേരാണ് ആത്മസമർപ്പണം. ആത്മസമർപ്പണമില്ലാതെ എന്തു ചെയ്താലും അത് നമുക്ക് സംതൃപ്തി തരികയില്ല. ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ നമുക്ക് സംതൃപ്തി തരുന്നത് എന്താണെന്നറിയാവോ? നമ്മൾ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു
അതാണ് നമ്മളുടെ സംതൃപ്തി. എല്ലാ സായാഹ്നങ്ങളിലും നമുക്ക് സംതൃപ്തി തരുന്നത് പ്രഭാതം മുതൽ ഈ സായാഹ്നം വരെ നമ്മൾ ജീവിച്ചപ്പോൾ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രമായിരിക്കും. കള്ളത്തരങ്ങളിലൂടെയും അതുപോലെ തന്നെ സഹോദരൻ്റെ നന്മ കാംക്ഷിക്കാതെയും ജീവിച്ച ഇടങ്ങളിൽ നമുക്ക് സ്വസ്ഥതയുണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനോട് രമ്യതപ്പെടാനുള്ള തീവ്രമായ ആഗ്രഹം നമ്മളിലുണ്ടാകട്ടെ.